സംഭൽ സംഘർഷത്തിൽ സംഭൽ വെടിവെപ്പിൽ വ്യാപക റെയ്ഡുമായി യു.പി. പോലീസ്. അക്രമകാരികളെ പിടികൂടാനെന്ന പേരിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലാണ് റെയ്ഡ്. ആകെ 27 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അബ്ദുൾ റഷീദ്, കഴിഞ്ഞ ദിവസവും ഇതേ സമീപനം യു.പി. പോലീസ് കഴിഞ്ഞ ദിവസവും തുടർന്നിരുന്നു. വെടിവെപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള റെയ്ഡുകൾ, അക്രമകാരികളെ പിടികൂടാനെന്ന പേരിൽ വ്യാപകമായി നടത്തുന്ന ഈ റെയ്ഡുകൾ വലിയ തോതിൽ വിമർശിക്കപ്പെടുകയാണോ? ശരത്ത്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. യു.പി. പോലീസും ഒപ്പം യോഗി ആദിത്യനാഥ് സർക്കാരും ഏകപക്ഷീയമായ ഒരു സമീപനമാണ് സംബാലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമം അഴിച്ചുവിടുന്ന പ്രവണതയാണ് ഇപ്പോൾ യു.പി. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പാതിരാത്രിയിലടക്കം മുസ്ലിംകളുടെ വീടുകളിലടക്കം വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തുന്നു. കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് 74 പ്രതികളെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഈ 74 പ്രതികളെയും മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട വീടുകളിൽ സംരക്ഷണം നൽകുന്നു എന്ന് ആരോപിച്ചാണ് വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഈ മുസ്ലിം വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ തന്നെയും യു.പി. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം സംഘർഷ മേഖലകളിൽ സന്ദർശിക്കാനെത്തുന്ന പ്രതിപക്ഷ നേതാക്കളെ വലിയ രീതിയിൽ തടയുന്നതടക്കമുള്ള പ്രവർത്തികളിൽ അത്തരം നടപടികളൊക്കെ തന്നെയും യു.പി. പോലീസ് കടന്നിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സമാജ്വാദി പാർട്ടിയുടെ 2 നേതാക്കൾ ഈ സംഘർഷ സ്ഥലം സന്ദർശിക്കുന്നതിന് ആവശ്യമായി അവിടെ എത്തുകയും ഈ 2 പേരെയും വീട്ടുതടങ്കലിൽ അടക്കം ആക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുസ്ലിം ലീഗ് MP-മാരൊക്കെ തന്നെയും റോഡരികിൽ വെച്ച് തടയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഏകാധിപത്യ സമീപനം മാത്രമാണ് ഇപ്പോൾ യു.പി. സർക്കാരും ഒപ്പം യോഗി ആദിത്യനാഥ് സർക്കാരും ഉത്തർപ്രദേശിൽ കൊണ്ടുവരുന്നത്. മാത്രമല്ല, ആരാധനാലയങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത കൂടി ഉത്തർപ്രദേശിലുണ്ട്. കാരണം അടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച പൊതുവായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് എത്തുന്നതിനടക്കം തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്ത ദിവസം, അതായത് നാളെ പള്ളിയിലേക്ക് ആരും എത്തരുത് എന്ന പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവിടുന്നു. ഇത്തരത്തിൽ ആരാധനകൾക്ക് പോലും വലിയ രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ വിഷയങ്ങൾ ഇപ്പോൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. വലിയ വിമർശനങ്ങൾ യു.പി. സർക്കാരിൻ്റെ നടപടികളുടെ ഭാഗത്തു നിന്ന് അതിനെതിരെ ഉണ്ടാകുന്നുണ്ട്. കാരണം ന്യൂനപക്ഷ വേട്ടയുടെ ഒരു തലത്തിലേക്ക് യു.പി. പോലീസ് ഈ റെയ്ഡുകളെയും മറ്റും മാറ്റുന്നു. സംഭൽ വെടിവെപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു സമീപനമാണ്, ഏകപക്ഷീയ സമീപനമാണ്, ന്യൂനപക്ഷ വേട്ടയാണ് നടത്തുന്നത് എന്ന ഗുരുതര വിമർശനം. പ്രതിപക്ഷ നേതാക്കളെ, പാർട്ടി നേതാക്കളെ ഒന്നും അവിടേക്ക് കടത്തിവിടാത്ത, ആ സംഭവ സ്ഥലം സന്ദർശിക്കുന്നതിന് ഏർപ്പെടുത്തുന്ന വിലക്കുകൾ കഴിഞ്ഞ ദിവസം മുതൽ കണ്ടതാണ്. അത് ഒരു ഭാഗത്ത് തുടരുന്നു. ഇങ്ങനെ ഏറ്റവും മോശപ്പെട്ട നിലയിൽ വളരെ ഗുരുതരമായ വിമർശനങ്ങൾ നേരിടുന്ന വിധത്തിലാണ് യു.പി. പോലീസ്, യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പോലീസ് വിഷയത്തിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകളും അങ്ങനെയാണ്.